ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. വളരെയേറെ നാളുകൾക്ക് ശേഷം. കുറച്ച് നാൾ ഇച്ചിരി ബിസി ആയിരുന്നതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ശ്രീനഗറിൽ വീണ്ടും ഒരു ആപ്പിളിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു. അടുത്ത് വീണ്ടും ശൈത്യകാലം തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് നാളായി. ഇതിപ്പം ഡിസംബർ 27, ഇന്ന് 28 കാഴ്ചയാണിത് കാണുന്നത്. മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്? നല്ല രസമുണ്ട്. ദൂരെ നോക്കുവാണെങ്കിൽ ഈ കാണുന്നതൊക്കെ ചെറിയ ആപ്പിളിൻ്റെ മരങ്ങളിൽ അതിൻ്റെ മേളിൽ മഞ്ഞ് കെട്ടി നിൽക്കുന്നതാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ആ ചെറിയ ഷെഡിൻ്റെ മേൽവശം ഏകദേശം ഒരു അരയടിക്ക് മേളിൽ മഞ്ഞ് വീണിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുഞ്ഞ് ചെറിയ ചെടിയല്ല, കാട് പോലത്തെ ഇതാണ്. അതൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഐസൊക്കെ വീണ് നല്ല ഭംഗിയുണ്ട് കാണുന്നതിന്. ഇതാണ് എൻ്റെ സൈക്കിളിൻ്റെ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചതാണ്. ഇപ്പോഴത്തേക്കും നന്നായിട്ട് മഞ്ഞ് മൂടി. നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ. ഇതിപ്പം 2024 ശ്രീനഗറിലെ ഫസ്റ്റ്, ശ്രീനഗറിലെന്ന് പറയുമ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഫസ്റ്റ് മഞ്ഞ് വീഴ്ചയാണ്, സ്നോഫാളാണ്. കണ്ട ബൗണ്ടറി, ഗ്രില്ലിൻ്റെയൊക്കെ സൈഡൊക്കെ കണ്ടോ ഫ്രണ്ട്സ്? ഇവിടെ ഇപ്പോൾ -4, -8, ഇന്നലെ 8ആയിരുന്നു, -8ആയിരുന്നു. എന്തായാലും ഏകദേശം അത്രയും കാണും. ഞാൻ ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. മരങ്ങൾ കണ്ടോ? ഇത് തണുപ്പ് കാലം തുടങ്ങുമ്പോൾക്ക് ഇവിടുത്തെ മരങ്ങളെല്ലാം ഇലകൾ പൊഴിക്കും. അതായത് ഇതേപോലെ മഞ്ഞ് നിൽക്കുമ്പോൾ ഇലകളൂടെ ഉള്ള സമയത്ത് മഞ്ഞ് വീഴുമ്പോൾ അതിൻ്റെ മരം ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്രയും വെയിറ്റ് നിൽക്കില്ലേ, അതുകൊണ്ട് ഇലകളെല്ലാം പൊഴിച്ച് കളയും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേണ്ട ഫ്രണ്ട്സ്, റോഡാണിത്. ഈ കാണുന്ന റോഡാണ്. ഇത് ഏകദേശം ഒരടി പൊക്കത്തിൽ, ഒരടി ഉണ്ട്. ഒരടി പൊക്കത്തിൽ മഞ്ഞ് വീണ് കിടക്കുവാണ്. ഇട്ടിരിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ പുറത്തൊക്കെ ഇതാണ്. കണ്ടോ ഫ്രണ്ട്സ്? കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നാളിനേക്ക് ഒരു ടൂർ പോലെയൊക്കെ വരുന്നവർക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണത്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണത്. ഒരു ദിവസമൊക്കെ വന്നത് ഇപ്പോൾ ഇതുവരെ വേറെ വിഷയമില്ല. പക്ഷേ നമുക്ക് ഇതിപ്പം കണ്ടത് സ്നോഫോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നിട്ടില്ല. കണ്ടോ? ഇപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ? അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഷോപ്പുകളൊന്നും തുറക്കുന്നു തോന്നില്ല, ഇത് ഇത്രയും ഇതായതുകൊണ്ട്. കാരണം വണ്ടികളൊന്നും ഓടി വരില്ല. ഇത് കണ്ടോ? ഇതിപ്പം വണ്ടികളൊക്കെ ഓടിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. പതുക്കെ പോകാൻ പറ്റും, പക്ഷേ സ്ലിപ്പാവും. ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ടയർ കറങ്ങും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും
കൊള്ളാം, അടിപൊളിയാണ്. ഇതിപ്പം ശ്രീനഗറിൽ, ഇത് ജമ്മു കാശ്മീരിൽ എന്താണ് ബഡ്ഗം എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് എയർപോർട്ടിൽ നിന്ന് ശ്രീനഗറിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്ററില്ല, ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഇതാണ് കാഴ്ചയാണ് ഈ കാണുന്നത്. അല്ലാതെ എപ്പോഴും സ്നോ കിട്ടുന്ന, ഈ മഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ജമ്മു കാശ്മീരിൽ. ഇവിടെ എപ്പോഴും കിട്ടില്ല. ഇങ്ങനെ ഈ സമയങ്ങളിൽ നല്ല തണുപ്പൊക്കെ തന്നെയാണ്. -8 വരെയൊക്കെ 1984 ഇവിടെ -8 വന്നതെന്നൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതുവരെ -4 വരെയൊക്കെ, കഴിഞ്ഞ വർഷവും -4 ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല അത് കൂടി. എന്താണ്, സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പൈപ്പുകളൊക്കെ, വെള്ളം വരുന്ന പൈപ്പൊക്കെ ഒരു തെർമോക്കോള് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, മെറ്റീരിയലുണ്ട്. അത് വെച്ച് കവർ ചെയ്യണം. അത് കവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനുള്ളിലൂടെ വരുന്ന വെള്ളമൊക്കെ ഐസായിട്ട്, അറിയാമല്ലോ, ഐസായിട്ട് പിന്നെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.